നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയ ആളായിരുന്നു രാജ് താക്കറെ. നമുക്കറിയാം, രാജ് താക്കറെയുടെ പാർട്ടിയായ MNS ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തൊന്നുമില്ല. പക്ഷേ അവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ പിന്തുണയ്ക്കുമെന്നും മഹാരാഷ്ട്രയിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥികൾക്ക് തങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു. ബാൽ താക്കറെയുടെ അനന്തരവനായ രാജ് താക്കറെയ്ക്ക് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലുള്ള പ്രാധാന്യം ചെറുതല്ല. MNSന്റെ നിരുപാധിക പിന്തുണ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ഇത് NDAക്ക് എത്രത്തോളം ഗുണം ചെയ്യും എന്നത് സംബന്ധിച്ചുള്ള ചില ചർച്ചകൾ അവിടെ പുരോഗമിക്കുന്നുണ്ട്. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഏറ്റവും മികച്ച ക്രൗഡ് പുള്ളർമാരിൽ ഒരാളാണ് രാജ് താക്കറെ. എന്തായാലും അദ്ദേഹം പ്രചരണ രംഗത്ത് സജീവമായി എത്തുന്നതോടുകൂടി മറാത്തി വോട്ടർമാരെ ഇത് സ്വാധീനിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. 11 ലോക്സഭാ സീറ്റുകളുള്ള മുംബൈ മെട്രോപൊളിറ്റൻ മേഖലയിൽ MNSന്റെ പിന്തുണ ബി.ജെ.പി. സഖ്യത്തിന് വലിയ സഹായം ചെയ്യും എന്നും പറയപ്പെടുന്നു. രാജ് താക്കറെ ഒപ്പം നിർത്തി മുംബൈ താനെ മേഖലയിലെ ഉദ്ധവ് താക്കറെയുടെ കോട്ടകളിൽ വിള്ളൽ വരുത്തുക തന്നെയാണ് ബി.ജെ.പി. ലക്ഷ്യം വെക്കുന്നത്. മുംബൈ, പൂനെ, നാഷിക് തുടങ്ങിയ മേഖലകളിലെ ഓരോ മണ്ഡലത്തിലും 20,000 മുതൽ 30,000 വോട്ടുകൾ വരെ അധികം നേടാൻ NDA സ്ഥാനാർത്ഥികൾക്ക് രാജ് താക്കറെയുടെ പിന്തുണയോടുകൂടി സാധിക്കുമെന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്ന രാജ് താക്കറെയെ ഇതിന്റെ ഒരു പ്രത്യുപകാരം എന്ന കണക്കിന് ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായി തന്നെ NDA പരിഗണിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. NDAക്ക് കൂടുതൽ സീറ്റുകൾ അനുവദിച്ചേക്കാം എന്നുള്ള സൂചനകൾ കൂടിയുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. പ്രത്യേകിച്ച് മുംബൈ, താനെ, കല്യാൺ, ഡോബിവില്ലി, നാഷിക് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ഈ രാജ് താക്കറെയ്ക്ക് വലിയ സ്വാധീനമുണ്ട്. അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് അവിടെയൊക്കെ കൂടുതൽ സീറ്റുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൽകിക്കൊണ്ട് അവരെ കൂടി ഒപ്പം നിർത്തുക തന്നെയാണ് ബി.ജെ.പി. ലക്ഷ്യം വെക്കുന്നത്. എന്തായാലും മറാത്ത രാഷ്ട്രീയം ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് വിധി എഴുതും എന്നത് രാജ്യത്തിന് തന്നെ വലിയ കൗതുകമുള്ള കാര്യമാണ്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.